അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, അതുപോലെ സ്വഹാബാക്കൾ, താബിഉകളെല്ലാം തുടങ്ങിയ മഹത്തുക്കൾ ഈ സൽക്കർമ്മം ചെയ്തവരാണ്. ഈ ചിരഞ്ഞു കിടക്കുമ്പോൾ, ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന അവസരത്തിൽ 3 തവണ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ ഇസ്റാഫീല വ മീകാഈല വ മുഹമ്മദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു ബിക മിന്നാർ. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ ഇസ്റാഫീല വ മീകാഈല വ മുഹമ്മദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിന്നാർ. ഈ ദിക്ർ 3 തവണ ചൊല്ലൽ സുന്നത്താണ്. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ചെരിഞ്ഞു കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇത്. ഈ ദിക്ർ 3 തവണയാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളുമെല്ലാം ഇതുപോലെയാണ്, ഇങ്ങനെ 3 തവണയാണ് ഈ ദിക്ർ ചൊല്ലിയിട്ടുള്ളത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ ഇസ്റാഫീല വ മീകാഈല വ മുഹമ്മദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു ബിക മിന്നാർ. നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കുന്ന മഹത്തായ ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മീകായിൽ അലൈഹിസ്സലാമിൻ്റെയും ഇസ്റാഫിൽ അലൈഹിസ്സലാമിൻ്റെയും ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും രക്ഷിതാവായ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഈ മഹത്തായ ദിക്റിൻ്റെ ആശയം. അല്ലാഹുവേ റബ്ബ ജിബ്രാഈല, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, വ ഇസ്റാഫീല, ഇസ്റാഫിൽ അലൈഹിസ്സലാമിൻ്റെ രക്ഷിതാവായ, വ മീകാഈല, മീകായിൽ അലൈഹിസ്സലാമിൻ്റെ രക്ഷിതാവായ, വ മുഹമ്മദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവേ, അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇത് മഹത്തായ ദിക്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.